പൂ പറിക്കുന്ന ലാഘവത്തോടെ ട്രേഡ് മാർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് എത്ര സമയമെടുക്കും? നോർമലി ഒരു കമ്പനിയോ LLPയോ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഒരു 10 to 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടും എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഉണ്ട്. എന്നാൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.5 വർഷം എടുക്കും അത് ഓഫീസർ അതിൻ്റെ എക്സാമിനേഷൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ. ഇനി എക്സാമിനേഷൻ റിപ്പോർട്ട് വന്ന് ആക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് ജേർണലിൽ പബ്ലിഷ് ചെയ്യും. അവിടെ 4 മാസം കിടന്ന് പബ്ലിക്കിന് ആർക്കും പരാതി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. ഇനി ഇതിനിടയിൽ എക്സാമിനേഷൻ റിപ്പോർട്ട് വരുമ്പോൾ ഒബ്ജക്ഷൻ വരികയോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒപ്പോസിഷൻ ഫയൽ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഹിയറിങ്ങിലേക്ക് പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം വീണ്ടും നീണ്ടുപോകും. മിനിമം നമുക്ക് രജിസ്ട്രേഷന്, അതായത് എല്ലാം ആക്സെപ്റ്റഡ് ആയിട്ട് ഒപ്പോസിഷനോ ഒബ്ജക്ഷനോ ഒന്നും ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 2 വർഷം എടുക്കും രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടാൻ. ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത അന്ന് മുതൽക്ക് പക്ഷെ നമുക്ക് ലോഗോൻ്റെ കൂടെ നമുക്ക് TM എന്നുള്ളത് യൂസ് ചെയ്യാം. ഇനി ഇത്രയും ഡിലേ വരാതിരിക്കാൻ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ടൈം ഫ്രെയിം കുറക്കാൻ. അതിന് ഒരു എക്സ്പെഡിറ്റഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ മതി. നമ്മൾ ആദ്യം ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് എക്സ്പെഡിറ്റഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. പക്ഷേ ഇതിന് നമ്മളൊരു ഇൻഡിവിജ്വലോ സ്റ്റാർട്ടപ്പോ സ്മോൾ എൻ്റർപ്രൈസോ ആണെന്നുണ്ടെങ്കിൽ 20,000 രൂപ ഗവൺമെൻറ് ഫീയും, ഇനി അതൊരു കമ്പനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് 40,000 രൂപ ഗവൺമെൻറ് ഫീയും വരും. പക്ഷേ എക്സ്പെഡിറ്റഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി എക്സാമിനേഷൻ റിപ്പോർട്ട് വരാൻ 1.5 വർഷം എടുക്കുന്നത് 1 to 2 മാസത്തിൻ്റെ ഉള്ളിൽ എക്സാമിനേഷൻ റിപ്പോർട്ട് വരും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു 1 to 2 മാസത്തെ എക്സാമിനേഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ പബ്ലിക് ജേർണലിലെ 4 മാസത്തെയും കണക്കൂട്ടിയാൽ മിനിമം നമുക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 6 മാസം വേണ്ടി വരും. ട്രേഡ് മാർക്ക് പോലുള്ള രജിസ്ട്രേഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാം.